ഇതാണ് റൂമി അപ്പാർട്ടലി ഹോട്ടൽ. നമുക്ക് ഇവിടെ കിട്ടിയ ഹോട്ടൽ ഇതാണ്. കുഴപ്പമില്ല, ഒരു ശാന്തമായ സ്ഥലം, പിന്നെ അത്യാവശ്യം സ്പേഷ്യസുമാണ്. മനിലായിലെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഈ സിറ്റിയിൽ അത്ര വലിയ കൺജഷൻ ഇല്ല. അതുകൊണ്ട് റൂമൊക്കെ ആണെങ്കിലും അത്യാവശ്യം സ്പേസ് ഉള്ള റൂമാണ്. ഹോട്ടലിൻ്റെ വാതൊക്കെ തന്നെ ടേബിളും ചെയറും ഒക്കെ ഉണ്ട്. ഒരു കാപ്പി കുടിക്കാനും ഫോണൊക്കെ ചെക്ക് ചെയ്യാനും ഒക്കെ നല്ല കംഫർട്ടബിളാണ്. റിസപ്ഷൻ trip.com trip.com അഗോഡായാലും booking.com-നെക്കാട്ടിലും കുറച്ചുകൂടെ ചീപ്പായിരുന്നു. അഗോഡായിലൊക്കെ 2000+ ആയിരുന്നു പെസോ. booking.com 1200 ആയിരുന്നു. അല്ല സോറി, booking.com അല്ല, trip.com. അത്യാവശ്യം സ്പേസൊക്കെ ഉണ്ട്. സ്പേഷ്യസ് ആണ് റൂമൊക്കെ. ബാത്റൂം, കബോർഡ്, അത്യാവശ്യം ടേബിൾ ചെയറെല്ലാം ഉണ്ട്. അങ്ങനെ നമ്മൾ ഏഞ്ചലീസിൽ നിന്ന് തിരിച്ച് മനിലയ്ക്ക് പോകാനുള്ള സമയമായി. രാവിലെ ജസ്റ്റ് 7:45 കഴിഞ്ഞ് എട്ടാകുന്നു. ഇവിടുന്ന് മാപ്പ് കാണിക്കുന്നതുകൊണ്ട് 3.5 മണിക്കൂർ കൊണ്ട് ചെല്ലും. കാര്യം 95 കിലോമീറ്ററേ ഉള്ളൂ. മോർണിംഗ് ട്രാഫിക്കൊക്കെ ഉള്ളതുകൊണ്ട് മാപ്പ് പറയുന്നതനുസരിച്ച് രാവിലത്തെ ട്രാഫിക്കൊക്കെ നോക്കുമ്പം ഓൾമോസ്റ്റ് 3.5 മണിക്കൂറാണ് പറയുന്നത്. എന്തായാലും കുഴപ്പമില്ല, അതൊക്കെ പോകാം. റിലാക്സ് ആയിട്ട് അങ്ങ് പോയാൽ മതി. ആക്ച്വലി ഒരു 95 കിലോമീറ്റർ ഉള്ളൂ നമ്മളുടെ മഗഡിയിലെ ഹോട്ടലിൻ്റെ ഏരിയയിലേക്ക്. ഇന്ന് ഹോട്ടലൊന്നും ബുക്ക് ചെയ്തിട്ടില്ല, കാരണം വൈകുന്നേരം സെബൂനുള്ള ഫ്ലൈറ്റ് എടുക്കുന്നതാണ്. അപ്പോഴൊരു 10-11 മണിയോടുകൂടി മനിലയിൽ ചെന്നിട്ട് സ്കൂട്ടർ തിരിച്ചു കൊടുക്കണം. പിന്നെ നമ്മുടെ ലഗേജ് ഒരെണ്ണം ഹോട്ടലിൽ ക്ലോക്ക് റൂമിൽ വെച്ചിട്ടാണ് പോകുന്നത്. അപ്പോൾ അത് പോയി എടുക്കണം. പിന്നെ ഒരു 3-4 മണിക്കൂർ നേരത്തേക്ക് റെസ്റ്റ് എടുക്കണമെങ്കിൽ അവിടെ അവർലി ബേസിസിൽ കിട്ടുന്ന റൂമെല്ലാം ഉണ്ടെങ്കിൽ അതെടുക്കേണ്ട കാര്യമേ ഉള്ളൂ. അപ്പോൾ അതൊക്കെയാണ് ഇപ്പോഴത്തെ പ്ലാൻ. സെബൂൽ ഇതുപോലെ ഒരു സ്കൂട്ടർ റെന്റൽ വേറെ അടുത്ത് സംസാരിച്ചു. അവൻ്റെ അടുത്ത് ഈ ADV 160 തന്നെ, ഹോണ്ടയുടെ ADV 160 തന്നെ ഉണ്ടെന്നാണ് പറഞ്ഞത്. അതാണെങ്കിൽ നമുക്ക് സൗകര്യമുണ്ട്. അത്യാവശ്യം നല്ല സ്കൂട്ടർ ആയതുകൊണ്ട്. അപ്പോൾ അതെടുത്ത് ഒരാഴ്ച സെബു ബേസ് ചെയ്തുകൊണ്ട് അടുത്തുള്ള പ്രദേശങ്ങൾ കാണുക എന്നുള്ളതാണ് ഐഡിയ. മനിലയിലേക്കുള്ള റോഡ് ഫുള്ളി ഫ്ലാറ്റ് റോഡാണ്. അത്യാവശ്യം സ്പീഡിലൊക്കെ പോകാൻ പറ്റും. പിന്നെ രാവിലെ സമയമായതുകൊണ്ട് കുറച്ച് ട്രാഫിക് ഉണ്ട്. ഏഞ്ചലി സിറ്റിയിൽ നിന്നൊന്നും കഴിച്ചില്ല. ഓൺ ദ വേയിൽ എവിടുന്നേലും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. ജംഗ്ഷനിലായിട്ടൊരു ചെറിയ ക്രൂശിത രൂപമൊക്കെ ഉണ്ടല്ലോ, നമ്മുടെ നാട്ടിലെ കുരിശിൻ തൊട്ടി വല്ല പള്ളിയുടെ ഇതായിട്ട് ഉണ്ടാക്കി വെക്കുന്നതെന്ന് തോന്നുന്നു. ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റോർ വാൾമാർട്ടിൻ്റെ കോപ്പി ആയിരിക്കുമല്ലോ, വാൾട്ടർ മാർട്ട്. രാവിലെ പുറപ്പെട്ടിട്ട് ഒരു 12 ആറായി. 40 കിലോമീറ്റർ കൂടെ ഉണ്ടല്ലോ. ഒരു കാപ്പി കുടിച്ച് വെച്ച് പോകാമെന്ന് വിചാരിച്ച് ഇങ്ങോട്ട് കയറാം. ഇവിടെയാണെങ്കിൽ 3-in-1 കോഫിയുണ്ട്, നമ്മുടെ റെഡി മിക്സ് കോഫി. എന്നാൽ പിന്നെ അതെന്നെ കുടിച്ചേക്കാം. ഇവിടെ കൂടുതലും ഈ 3-in-1 ഒക്കെയാണ്. 3-in-1 കോഫിയാണ് കൂടുതലുള്ള. രാവിലെ തന്നെ ചിക്കനും ബീഫും ഉച്ചയ്ക്ക് കഴിക്കാനുള്ള സാധനങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. ദിസ് വൺ അപ്പോൾ എഗ്ഗ് കണ്ട്. എന്നാൽ പിന്നെ രാവിലെ മുട്ടയൊന്നും കഴിച്ചില്ലല്ലോ, 2 എഗ്ഗ് കൂടെ കഴിച്ച് വെച്ച് കോഫി കുടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കോഫി ആൻഡ് എഗ്ഗ്.
ഇൻസ്റ്റൻറ്റ് കോഫിയും 2 മുട്ടയും കൂടെ സ്നാക്സുമായി കഴിക്കാം. നന്നായിട്ട് ക്യാമ്പിങ്ങിനൊക്കെ ആയിട്ട് മോഡിഫൈ ചെയ്തേക്കുന്ന ഒരു മിത്സുബിഷി ഡെലിക്കയാണ് പോണത്. ഫിലിപ്പീൻസിൽ അങ്ങനെ അധികം കണ്ടില്ല മിത്സുബിഷി ഡെലിക്ക. കഴിഞ്ഞ തവണ ജോർജിയയിലൊക്കെ പോയപ്പോൾ അവിടെ ധാരാളമായിട്ടുള്ള 4 വീൽ ഡ്രൈവ് ആണ്. മിനി വാൻ ടൈപ്പ് ആയതുകൊണ്ട് ഇന്റീരിയർ സ്പേസും നല്ലതാണ്. സൈക്ലിസ്റ്റുകൾ കുറേ ഉണ്ട്. റോഡ് ബൈക്കും MTB ഒക്കെ ഇഷ്ടംപോലെ പേരുടെ സൈക്കിൾ. ഇവിടെ ഇതുവരെ പെട്രോൾ അടിച്ചതിൽ ഏറ്റവും പ്രൈസ് കുറഞ്ഞ് കണ്ട ഒരു സ്റ്റേഷൻ ഇതാണ്. 91, അതായത് റെഗുലറാണ് 91. 91-ന് 86.50. നമ്മൾ ആദ്യത്തെ ദിവസങ്ങളൊക്കെ അടിച്ച് 89, 90. ഇന്നലെ ഒരെണ്ണത്തെ അടിച്ചപ്പോഴത്തേക്കും വന്ന വഴിക്ക് താഴത്തിറങ്ങിയത് ഹിറ്റ്ലസിൻ്റെ അവിടെ അടിച്ചപ്പോഴത്തേക്ക് ഓൾമോസ്റ്റ് 99 വരെ അടിച്ചിട്ടുണ്ട്. പല പമ്പിലും പല വിലയാണ്. അത് പ്രീമിയായിരുന്നു. ഇവിടെ 90 മുതൽ 86 മുതൽ കാൽടെക്സിൻ്റെ പമ്പിലൊക്കെ 112ഒക്കെയാണ്. 200 പെസോ, 200 റെഗുലർ. 200 അതാവശ്യം ഇല്ലാതെ കുറേ ചില്ലറ വെള്ളം പെട്രോൾ അടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് 130 രൂപയ്ക്ക് ചില്ലറ പൈസ. പിന്നെ ഇവിടെ 20-ൻ്റെയും 10-ൻ്റെയും ഒക്കെ കോയിനുള്ളതുകൊണ്ട് അധികം നമ്പേഴ്സ് ഇല്ല കോയിൻ. അവസാന ഞായറാഴ്ച ആയതുകൊണ്ട് ഇവിടെയെല്ലാം നാളെ പാം സൺഡേ അല്ലേ, എല്ലാവരും ഓലയൊക്കെ അലങ്കരിക്കുന്നുണ്ട്. കുരുത്തോലകൾ ക്രിസ്ത്യനോസ്റ്റിൽ കുരുത്തോലകളൊക്കെ അലങ്കരിക്കുന്നുണ്ട്. നാളെ പാം സൺഡേക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പുണ്ട്. അപ്പോൾ ഇതുപോലെ സിമ്പിളായിട്ടുള്ള സോളോ ട്രിപ്പുകളൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നമ്മളുടെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.
അങ്ങനെ നമ്മൾ മനില ട്രിപ്പ് കഴിഞ്ഞ് മനില റൗണ്ട് കഴിഞ്ഞിട്ട് തിരിച്ച് മനില പുള്ളിക്കാരത്തായി തിരിച്ചെത്തി. വണ്ടി ഇവിടെ കൊടുത്തിട്ട് അവരൊക്കെ ഹോട്ടലിൽ പോയി ലഗേജൊക്കെ എടുക്കാം. അത് കഴിഞ്ഞ് പതുക്കെ ഒന്ന് ഫ്രഷായിട്ട് വേണം എയർപോർട്ടിലോട്ട് പോകാൻ. കുളിക്കാതൊക്കെ എയർപോർട്ടിൽ പോയി കഴിഞ്ഞാൽ ഒരുമാതിരി വല്ലാത്തൊരവസ്ഥ. നമ്മൾ തിരിച്ച് മനിലയിലെത്തി. സ്കൂട്ടറൊക്കെ കൊണ്ട് കൊടുക്കാൻ വേണ്ടി പുള്ളിയും വന്നിട്ടുണ്ട്. ഫ്രൈഡ് ചിക്കൻ റൈസാണ് ഇങ്ങനെ പാക്ക് ചെയ്ത് വെച്ചേക്കുന്നത്. ഇതെന്തോ ഡിപ്പും ഉണ്ട്. അപ്പോൾ ഇതാണ് തിരക്കുള്ള കഴിക്കാൻ വേണ്ടി ഇവിടെ ചെറിയൊരു 3 hours റൂം എടുത്തു. കാരണം നേരത്തെ താമസിച്ച ഹോട്ടലിൽ ഫുൾ ഡേ കിട്ടുള്ളൂ. അപ്പോൾ അടുത്ത് തന്നെ ഒരു ഹവർലി ബേസിസിലുള്ള ഹോട്ടലുണ്ടായിരുന്നു. നമുക്കത് എക്കണോമിക്കൽ. അപ്പോൾ 600 പെസോയ്ക്ക് റൂം കിട്ടി. ഇതാണ് സോഗോ എന്നതിൻ്റെ പേര്. ഒരു ഹവർലി റൂമിൻ്റെ ഒരു സ്പെഷ്യലിസ്റ്റാണെന്ന് തോന്നുന്നു ഈ ഏരിയയിൽ. ചെറിയ റൂമാണ്, പക്ഷെ നല്ല നീറ്റ് ആൻഡ് ക്ലീനാണ്, കുഴപ്പമില്ല. അവിടെയാണ് എടുത്തേക്കുന്നത്. 3:30 കഴിയുമ്പോൾ ചെക്കൗട്ട് ചെയ്യണം. ഫ്ലൈറ്റുകാർ 7:30 ഉള്ളൂ. അപ്പോൾ 3:30 ചെക്കൗട്ട് ചെയ്ത് താഴെ റിസപ്ഷനിൽ വന്ന് കുറച്ച് നേരമൊക്കെ ഇരുന്നിട്ട് 4:30 ആകുമ്പം പുറപ്പെട്ടാൽ മതിയെന്ന് തോന്നുന്നു. ഫ്ലൈറ്റ് 7:30 എന്ന് പറയുമ്പോൾ ഇവിടെ നല്ല ട്രാഫിക്കുണ്ട്. 3/4 മണിക്കൂറെങ്കിലും എടുക്കുമായിരിക്കും. 4:30 ഇറങ്ങിയാൽ ഒരു 5:30 ആകുമ്പോഴത്തേക്ക് ചെല്ലായിരിക്കും. ഉച്ച കഴിഞ്ഞ് നല്ല ട്രാഫിക്കാണ്. അങ്ങനെ നമ്മുടെ മനില റൗണ്ട് കഴിഞ്ഞ് പതുക്കെ എയർപോർട്ടിലേക്ക് പോകണം. ഇനി ഇവിടുന്ന് സെബുവിന് ഫ്ലൈറ്റ് എടുക്കണം. സെബു ഫ്ലൈറ്റ് വൈകിട്ട് 7:30 ഉള്ളൂ. സമയം ഇപ്പം 4 മണി കഴിഞ്ഞു. അത്യാവശ്യം ട്രാഫിക്കുണ്ട്. എയർപോർട്ടിലേക്കുള്ള റോഡിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ആദ്യമായിട്ട് ഗ്രാബ് ടാക്സി ബുക്ക് ചെയ്തിട്ട് ആൾ വന്നില്ല. നമ്മളുടെ ഓലാക്കാരൊക്കെ കാണിക്കുന്ന പോലെയാന്ന് തോന്നുന്നു. കുറേ നേരം ഇട്ട് ചുറ്റിക്കൊണ്ടിരുന്ന് വന്നില്ല. അവസാനം ആൾ വിളിച്ച് ക്യാൻസൽ ചെയ്യാനൊക്കെ പറഞ്ഞു. അതുകൊണ്ട് പിന്നെ ഇവിടുന്ന് ലോക്കലി മീറ്റർ ടാക്സി ഒരെണ്ണമുണ്ട്. അത് കിട്ടിയാൽ എടുത്തോണ്ട് പോവാം. ഗ്രാബായിരുന്നു എക്കണോമിക്കൽ. തിരിച്ചുള്ള കാശ് കൂടുതലായിരിക്കും. കാറിൻ്റെ ബാക്ക് സീറ്റിലേക്ക് AC-യുടെ എഫക്റ്റ് കൂടുതൽ കിട്ടാൻ വേണ്ടിയാണല്ലോ 2 ഫാനൊക്കെ വെച്ചിട്ടുണ്ട്. ഇംപ്രൊവൈസേഷൻ. അങ്ങനെ എയർപോർട്ടിൽ എത്തി. സെക്യൂരിറ്റി ചെക്കൊക്കെ കഴിഞ്ഞ് നേരെ ബോർഡിങ് 6:50 റിപ്പോർട്ടിങ്. ഇനിയുണ്ട് 1 മണിക്കൂർ അടുത്തുണ്ട്. ഗേറ്റിനവിടെ തന്നെ വന്നിരുന്നു. തോളെ എയർ ഏഷ്യയിൽ ഹെൽമെറ്റ് അവർ സെപ്പറേറ്റ് ബാഗായിട്ട് കണക്ക് കൂട്ടി. അതുകൊണ്ട് ചെറിയൊരു പെട്ടിയും 2 ക്യാബിൻ ലഗേജ് മാത്രമായിരുന്നല്ലോ ബുക്ക് ചെയ്തത്. അപ്പം അതുകൊണ്ട് പെട്ടി തുറന്ന് പിന്നെ ബാഗിനകത്ത് കുറേ സാധനമൊക്കെ പെട്ടിക്കകത്തേക്ക് മാറ്റി അവസാനം ബാഗ് കാലിയാക്കി ഹെൽമെറ്റ് ബാഗ് കൂടെ വലിയ ബാഗിനകത്ത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തൊക്കെയാണ് പോകുന്നത്. ഫൈനലി ബോർഡ് ചെയ്യാനുള്ള ടൈം ആവുന്നുണ്ട്. എയർപോർട്ട് നല്ല ഫുള്ളാണ്. 18 ഗേറ്റ് വരെ ഉണ്ടെന്ന് തോന്നുന്നു. ഡൊമസ്റ്റിക് ഡിപ്പാർച്ചറിൻ്റെ ഏരിയയാണ്. നല്ല തിരക്കുള്ള എയർപോർട്ടാണ്. ഡൊമസ്റ്റിക് ടെർമിനലിലെല്ലാം ശരിക്കാനുള്ള സ്പേസ് കുറവാണ്. ആൾക്കാരിങ്ങനെ കൂടുതൽ പേര് പുറകിലൊക്കെ നിൽക്കേണ്ടി വരും. സീറ്റിംഗ് കപ്പാസിറ്റി കുറവാണ് ഡൊമസ്റ്റിക് ടെർമിനലായിരുന്നു. മനിലയോട് ടാറ്റ പറയാൻ സമയമായി. അടുത്തത് സെബുവിലേക്കുള്ള ഫ്ലൈറ്റ് എടുക്കുന്ന സമയമായി. സെബു എയർപോർട്ടിലേക്ക് ഡൊമസ്റ്റിക് ട്രാൻസ്ഫർ. 1 മണിക്കൂറേ ഉള്ളൂ ഫ്ലൈറ്റ്. അവിടുന്ന് പുറപ്പെടാൻ വെച്ചാൽ ലേറ്റായിരുന്നു. ഓൾമോസ്റ്റ് ഹാഫ് ആൻ അവർ ഡിലേ ഉണ്ടായിരുന്നു. 1 മണിക്കൂർ കൊണ്ട് വന്നു. പക്ഷേ പുറത്തിറങ്ങി ഉടനെ തന്നെ ഗ്രാബ് ടാക്സി കിട്ടി. അതുകൊണ്ട് ഇനിയിപ്പോൾ ഇവിടുന്ന് ഹാഫ് ആൻ അവർ വേണ്ട ഉള്ളത്. 10 കിലോമീറ്റർ 12 കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉള്ളൂ.
ഡെസ്റ്റിനേഷൻ. അപ്പം സെബുവിലേക്ക് ഇറക്കം രണ്ടുപേരും ഒന്നിച്ചാവുന്നുള്ള ഐഡിയയിൽ അങ്ങനെ പ്ലാൻ ചെയ്തു. അപ്പം നമ്മളങ്ങനെ ഹോട്ടലെത്തി. ഒരു മാളിനകത്താണ് ഹോട്ടൽ. മാളിൻ്റെ 9th ഫ്ലോറിൽ നിന്ന് മുകളിലോട്ട് എന്ന് മാത്രം തോന്നുന്നു. 9th ഫ്ലോറാണ് റിസപ്ഷൻ. വൺ സെൻട്രൽ ഹോട്ടൽ ആൻഡ് മാൾ. അങ്ങനെ ഞങ്ങൾ ഹോട്ടലിലെത്തി ഗൈസ്. അപ്പോൾ സെബുവിലെ കാഴ്ചകളൊക്കെ ആയിട്ട് വീണ്ടും അടുത്ത എപ്പിസോഡിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.